സിറാമിക് കപ്പ് എനിക്ക് വേണ്ടിയിട്ടല്ല വെച്ചിരുന്നത്. സിറാമിക് കപ്പ് അത് ഞാൻ വഹിച്ച സ്ഥാനത്തിനുള്ളതായിരുന്നു ആ സ്വീകരണം. അധികാരത്തിലിരിക്കുന്ന എല്ലാവരും, സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും അതൊന്ന് വിചാരിച്ചാൽ മതി. നമസ്കാരം. സിറാമിക് കപ്പിന്റെയും പഞ്ചാരവാക്ക് എഴുതിയ കപ്പിന്റെയും പളവളപ്പിൽ മിന്നിപ്പോകുന്ന പിണറായി വിജയനെ പോലെയുള്ള നേതാക്കൾക്കുള്ളതാണ് സതീശന്റെ ഈ മുന്നറിയിപ്പ്. ഒരാൾ നടക്കുമ്പോൾ നാടും പടയും കൂടെ ഉണ്ടാകും. അത് അയാൾ അധികാരിയായതുകൊണ്ട് മാത്രമാണ്. അയാൾ കിടക്കുമ്പോൾ കട്ടിലും പായും മാത്രമേ കാണൂ. സിറാമിക് കപ്പിന്റെ പളവളപ്പിൽ നമ്മൾ മിന്നിപ്പോയി. നമുക്കൊരു ദൗത്യമുണ്ട്. പോലീസ് ഉണ്ടാവും, ബംഗ്ലാവ് ഉണ്ടാവും, സ്വീകരണം ഉണ്ടാവും, സെല്യൂട്ട് ഉണ്ടാവും. അതിലൊന്നും വീഴരുത്. കേരളത്തിൽ ഇപ്പോൾ ഭയങ്കരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി? കണ്ണാപ്പറേഷനൊക്കെ കഴിഞ്ഞ് തെളിമയാർന്ന കാഴ്ചയുമായി പിണറായി വിജയൻ വീണ്ടും വരുമെന്നും നമ്മെ ഭരിക്കുമെന്നും കമ്മികൾ കരുതുന്നു. കാടുകയറി റെസ്റ്റ് എടുത്ത് നാട് ഭരിക്കാൻ സതീശൻ വരുമെന്ന് കുങ്ങികൾ ചിന്തിക്കുന്നു. അതല്ല ചെന്നിത്തലയാണ് ഉത്തമനെന്ന് രമേശിന്റെ ശിങ്കിടികൾ പറയുന്നു. വേണുനാഥം പൊഴിച്ച് പൈക്കളയും ആട്ടിത്തെളിച്ച് വേണുഗോപാൽ വരുമെന്ന് KC ഫക്തർ. ചുരുക്കത്തിൽ UDF 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. എന്നാൽ ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലാവി എന്ന മട്ടിൽ പിണറായി മറുപുറത്ത് നിൽക്കുന്നു. ചെന്നിത്തലയാണ് കേമനെന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞ കുമ്പക്കുടി സുധാകരൻ ഇപ്പോൾ പറയുന്നത് വേണുഗോപാലിന്റെ അത്ര കേമൻ കോൺഗ്രസിനെ നയിക്കാൻ വേറെ ഇല്ലെന്നാണ്. അവർ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്നതിന്റെ പടവും കണ്ടു. അതോടെ സതീശന്റെ അനുകൂലികൾ സുധാകരനെ തെറി വിളിച്ചു. കഴിഞ്ഞ ദിവസം മാപ്രകൾ സുധാകരനോട് ചോദിച്ചു, തുടർഭരണം അവസാനിക്കുമോ? ഒരിക്കലും അവസാനിക്കില്ലെന്നായിരുന്നു സുധാകരന്റെ മറുപടി. സുധാകരന്റെ കിളി പോയി എന്നറിയാവുന്നതിനാൽ മാധ്യമങ്ങൾ തിരുത്താനും പോയില്ല. അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു കണ്ണുരോഗത്തെ തുടർന്ന് ലോകൈക ഫ്രോഡായ മോൻസൻ മാവുങ്കലിന്റെ വീട്ടിൽ ചികിത്സ തേടിയ പുള്ളിയാണ് ഈ സുധാകരൻ എന്നോർക്കണം. അത്രമാത്രം വിവരമാണ് ഇയാൾക്കുള്ളത്. ഇപ്പോൾ സുധാകരൻ പറയുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നാണ്. KPCC പ്രസിഡന്റായിരുന്ന കാലത്ത് മൈക്ക് കൂമ്പാരത്തിന്റെ മുമ്പിലിരുന്ന് സതീശനെ തെറി വിളിച്ച പുള്ളിയാണ് ഈ മുൻ KPCC പ്രസിഡന്റായ K. സുധാകരൻ. പക്ഷേ കമ്മികൾ ഇപ്പോഴും സതീശനെ വിളിക്കുന്നത് തെറീശൻ എന്നാണ്. തെറി വിളിച്ചയാളെയല്ല, കേട്ടയാളെയാണ് അവരിങ്ങനെ വിളിക്കുന്നത്. കുമ്പക്കുടി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കൊക്കെ കോടിയേരിയുടെ മകൻ BDയേരി വരെ ലൈക്ക് അടിക്കുന്നുണ്ട്. കോടിയേരിയുടെ 2 മക്കളും എൻ്റെ ഫാനാണെന്നും എന്നെ അങ്കിൾ എന്നാണ് അവർ വിളിക്കുന്നതെന്നും സുധാകരൻ അഭിമാനത്തോടെ പറയുന്നത് കേട്ടു ഒരു ചർച്ചയിൽ. അപ്പോൾ ശരിക്കും ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ആരാണ് ഇവരുടെയൊക്കെ പ്രധാന ശത്രുക്കളും ഇരകളും? BDയേരി ആണെങ്കിൽ സതീശനെതിരെ പോസ്റ്റ് ഇടാത്ത ഒരൊറ്റ ദിവസമില്ല. ചെന്നിത്തല മാമനും ഇവർക്ക് അങ്കിൾ ആണ്. സമുദായ നേതാക്കളുടെ എല്ലാം തെറി സതീശന്. പരിഹാസം കേട്ടതെല്ലാം സതീശൻ തവളക്കണ്ണനാണെന്നും അഹങ്കാരിയാണെന്നും പറഞ്ഞത് നടേശൻ. പിണറായി വിജയന് നേരെ വിരൽ ചൂണ്ടി വർത്തമാനം പറയാൻ ഈ വിവരദോഷി ആരാണെന്നായി നടേശൻ. പറവൂരിൽ ഞങ്ങളുടെ തിണ്ണ നിരങ്ങിയിട്ടുണ്ട് സതീശനെന്നായി സുകുമാരൻ നായർ. അദ്ദേഹത്തിനും സതീശനെ അത്ര പിടുത്തമല്ല. വെള്ളാപ്പള്ളി സതീശനെ തെറി പറഞ്ഞത് കേട്ടിട്ട് ഒരൊറ്റ കോൺഗ്രസ് നേതാക്കളും എതിരഭിപ്രായം പറഞ്ഞില്ല. കമ്മിക്കൂട്ടങ്ങളും അന്തങ്ങളും സർക്കാരും ഒരു ദിവസം 100 തവണ നുണേശനെന്ന് സതീശനെ വിളിച്ചിട്ടും UDF ആരെങ്കിലും പ്രതിരോധിച്ചോ? CPM സതീശനെതിരെ പറഞ്ഞത് സത്യമായതുകൊണ്ടല്ല അവർ പ്രതികരിക്കാത്തത്. എങ്ങനെയെങ്കിലും അയാളുടെ തലയടിച്ച് താഴ്ത്തണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് കയറി വരാൻ. ഇതാണ് അവരുടെ ലക്ഷ്യം. സുകുമാരൻ നായർ ഒരിക്കൽ പറഞ്ഞത് NSSന്റെ മുറ്റത്ത് മണ്ണുവാരി കളിച്ച ഞങ്ങളുടെ പൊന്നുണ്ണിയാണ് ചെന്നിത്തലയെന്നാണ്. നോക്കണേ, കോൺഗ്രസിന്റെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച കുറ്റത്തിന് ഒരു നേതാവിനെ അധികാരമോഹികളെല്ലാം കൂടി കൊല്ലാക്കൊല ചെയ്യുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലവും സതീശനെ ടാർഗറ്റ് ചെയ്തുള്ള നുണപ്രചരണങ്ങളാണ് CPM നടത്തി വന്നിരുന്നത്. കാരണം അവർക്ക് ഭയം സതീശനെ മാത്രമാണ്. അയാൾ നാളെ മുഖ്യമന്ത്രിയായി വന്നാൽ തങ്ങളുടെ മോഷണമെല്ലാം പുറത്തു വരുമെന്ന ഒരു ചെറിയ ഭയമുണ്ട്. അമ്പലം കട്ടവന്മാർ നമുക്ക് കള്ളന്മാരേ അല്ല, രക്തസാക്ഷി പണ്ട് നക്കിയവന്മാരും യോഗ്യന്മാരാണ്. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നവൻ നുണേശൻ. ഒന്നാലോചിച്ചാൽ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ച് ചെന്നിത്തല കാത്തിരിക്കുന്നത് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ്? ചരിത്രത്തിൽ ആദ്യമായി പിണറായി വിജയന്റെ ഇടതുകക്ഷത്തിൽ കൊണ്ടുപോയി തുടർഭരണം വെച്ചുകൊടുത്തയാളാണ് ചെന്നിത്തല. രമേശന്റെ കാലത്ത് അഴിഞ്ഞു പറഞ്ഞ് ഉടുതുണിയില്ലാതെ കിടക്കുകയായിരുന്നു ഇന്നാട്ടിലെ കോൺഗ്രസ്. മുസ്ലിം ലീഗ് പോലും ചാഞ്ചാടി തുടങ്ങിയ കാലമായിരുന്നു അത്. കേസുകൊടുപ്പ് മാത്രമായിരുന്നു ചെന്നിത്തലയുടെ ഹോബി. പിന്നെ പത്രസമ്മേളനവും. ഹൈക്കോടതി വിധി നോക്കിയാണോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്? യാതൊരു വിധമായ ജനകീയ പ്രശ്നങ്ങളിലും രമേശ് കാര്യമായി പ്രതികരിക്കുകയോ ഇടപെടുകയോ ചെയ്തില്ല. രമേശ് ചെന്നിത്തല അക്കാലത്ത് ഒരു നനഞ്ഞ പടക്കം മാത്രമായിരുന്നു. ഈ ചെന്നിത്തല സമുദായ നേതാക്കളെ സുഖിപ്പിക്കാൻ വളരെ മിടുക്കനാണ്. അതാണ് അവർക്കെല്ലാം ഇത്ര പ്രീതി. അവരുടെ മുമ്പിൽ വളഞ്ഞുകൊത്തി നിൽക്കുന്നവന്മാരാണ് നല്ലവന്മാർ.
വാലും തലയും തച്ചാലും ചേനത്തണ്ടൻ അനങ്ങിക്കൊണ്ടിരിക്കും എന്ന അവസ്ഥയിൽ പ്രാണൻ മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിനെ ഉണർത്തിയത് സതീശനാണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു ഫലിതം കേട്ടു. രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണത്രേ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് സൈക്കിൾ ചവിട്ടിയും റോഡ് ഷോ നടത്തിയും കാണിച്ചത് കൊണ്ടാണത്രേ കോൺഗ്രസ് ഇവിടെ ഭയങ്കരമായ വിജയം കരസ്ഥമാക്കുന്നത്. ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അമ്മയും മക്കളുമെല്ലാം ഇവിടെ വന്നിരുന്നു. അന്നെന്താ അടിച്ചു കയറാതിരുന്നത്? വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മിന്നുന്ന വിജയം നേടി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തൂത്തുവാരി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കോൺഗ്രസ് നേടി. ധാർമ്മികത എന്നൊരു വശമുണ്ട്. അതിന് പ്രസ്ഥാനത്തിൻ്റെ ജൈവ സ്വഭാവം കൂടിയായിരിക്കണം. ഇത്രയും കാലം വെള്ളം കോരിയും പാത്രം കഴുകിയും വിറക് കീറിയും തെറി കേട്ടും ആക്ഷേപങ്ങൾ കേട്ടും ഒരു പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച് വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പു പറഞ്ഞയാളാണ് സതീശൻ. ഊണ് കാലമായപ്പോൾ ദേ വന്നിരിക്കുന്നു പപ്പടം പൊട്ടിക്കാൻ ഒരാള്, നെയ് വിളമ്പാൻ മറ്റൊരാള്. നമ്പർ 10 ജൻപതിലെ പുതിയ പെട്ടിപിടുത്തക്കാരൻ എന്ന നിലയ്ക്ക് KCയെ വാഴിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ചിലപ്പോൾ അത് തന്നെ സംഭവിക്കും. അങ്ങനെയായാൽ ഈ നാട്ടിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മനോനില എന്തായിരിക്കും? ഇവിടുത്തെ കമ്മികളുടെ സന്തോഷം എന്തായിരിക്കും? ഇപ്പോൾ മുഖ്യമന്ത്രിയാകാനില്ലെന്ന് KC പറയുന്നതേയില്ല. തൻ്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നതോടെ KC പറയുന്നത് കോൺഗ്രസ് ഭയങ്കര ജനാധിപത്യ പാർട്ടിയാണെന്നാണ്. എന്ന് കരുതി ജനത്തെ ഉടുമുണ്ട് പൊക്കി കാണിക്കണോ KC വേണുഗോപാലെ? കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് സതീശൻ പറഞ്ഞു. അത് കേട്ട് കോൺഗ്രസ്സുകാർ തന്നെ ചിലർ തലയറിഞ്ഞ് ചിരിച്ചു. പോകേണ്ടി വരുമെന്നാണ് സുധാകരൻ പോലും പത്തനംതിട്ടയിൽ പറഞ്ഞത്. ജയിച്ചാൽ ടീം UDFന്റെ വിജയം, തോറ്റാൽ എൻ്റെ മാത്രം പരാജയം. ഇങ്ങനെ പറയാൻ ഈ കേരളത്തിൽ ഏതെങ്കിലും മിണ്ണന്മാരായ ഒരു കോൺഗ്രസ് നേതാവുണ്ടോ? ചെന്നിത്തലയ്ക്കോ KCക്കോ അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ഒരു KPCC പ്രസിഡന്റ് ഉണ്ട്, ഒരു നനഞ്ഞ മനുഷ്യൻ. എല്ലാവരും നിന്റെയൊക്കെ കണ്ണാക്കിലിടണമെന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴകത്ത് വേണം ഒരു KPCC പ്രസിഡന്റിന്. ഞാൻ മധ്യസ്ഥനാണ് പോലും. വല്ല ബിഷപ്പായിട്ടോ കത്തനാരായിട്ടോ ഇരിക്കേണ്ട മനുഷ്യനാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് തോറ്റമ്പിയപ്പോൾ സ്ഥാനത്യാഗം ചെയ്ത രാഹുൽ ഗാന്ധി എണ്ണം പറഞ്ഞ് ജയിപ്പിച്ചയാളെ കണ്ടില്ലെന്ന് നടിച്ചാൽ അത് ഈ പ്രസ്ഥാനത്തിൻ്റെ ശാപമായിരിക്കും. സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒട്ടും ഔഷധ ഗുണമില്ലാത്ത നേതാവാണ് രമേശ് ചെന്നിത്തല. ആരെയും വെറുപ്പിക്കാതിരുന്നാൽ തനിക്ക് മുഖ്യമന്ത്രിയാകാമെന്ന് കരുതി വർഗീയന്മാരുടെ തിണ്ണ നിരങ്ങുന്ന നേതാവാണ്. എന്തിനേറെ കരിമണൽ കർത്താവിൻ്റെ മാസപ്പടി ലിസ്റ്റിൽ RC ആയി കയറിപ്പറ്റിയ നേതാവാണ് ചെന്നിത്തല. PV ഞാനല്ലെന്ന് പിണറായി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞതാ. എന്നാൽ RC ഞാനല്ല എന്ന് ചെന്നിത്തല പറഞ്ഞിട്ടില്ല. പിന്നെന്താ, RC എന്നാൽ റോമൻ കാത്തലിക് എന്നാണോ? കർത്താവിൻ്റെ കാശുകൊണ്ടാണോ ചെന്നിത്തല തളർന്നു കിടന്ന കോൺഗ്രസിന് മരുന്ന് കഞ്ഞി കൊടുത്തത്? മണവും ഗുണവുമില്ലാത്ത ഒരു ജനസഞ്ചയത്തെ ആകർഷിക്കാൻ കഴകത്തില്ലാത്ത, സാമൂഹ്യ പ്രശ്നങ്ങളെ ഒന്നും അഡ്രസ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു കുറുക്കൻ നേതാവ് മാത്രമാണ് ചെന്നിത്തല. KC വേണുഗോപാലിന് ഇപ്പോഴും ഒരു പാൻ കേരള മൈലേജ് ഇല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹിയിൽ നിന്നും വന്ന് ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിൽ കൈയിട്ടും ഉപ്പ് നോക്കിയും കറിയുടെ എരിവ് നോക്കിയും നടക്കുന്നതല്ല നേതാവിൻ്റെ ഗുണം. നാളത്തെ കേരളം എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ തപ്പിത്തടഞ്ഞ് കൊഞ്ഞനം കുത്താനല്ലാതെ ഈ രണ്ടു നേതാക്കന്മാർക്കും ഒന്നും അറിയില്ല. വിഷൻ എന്നൊന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ അത്രയൊന്നും അറിയപ്പെടാത്ത, സ്വീകാര്യനല്ലാത്ത നേതാവായിരുന്നു ഒരു കാലത്ത് VD സതീശൻ. അയാൾ നേതൃത്വത്തിൽ വന്നതോടെ ചങ്കുറപ്പുള്ള കുറേ യുവ നേതാക്കൾ രംഗത്ത് വന്നു. യുവാക്കളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അതിലേതെങ്കിലും ഒരുത്തൻ പെണ്ണുകേസിൽപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ നേതാവിനില്ല. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ഒരാളെ നിറ കണ്ണുകളോടെയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്ന് സതീശൻ പറയുന്നത് കേട്ടു. അന്ന് ആ തീരുമാനം തെറ്റായിപ്പോയെന്ന് പറഞ്ഞ് സതീശനെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ അത് ശരിയായ തീരുമാനം തന്നെയായിരുന്നു. പെണ്ണുകേസും ഗർഭക്കേസും കൊണ്ട് മാത്രം രാഷ്ട്രീയ വിജയം കാത്തിരുന്ന ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്നും ആ വടി മേടിച്ചോടിച്ച് മുഖത്തെറിയാൻ സതീശന് കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം കേസുകളിൽ നിന്നും മുക്തനായാൽ പുനഃപരിശോധിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു. കോവിഡിന് ശേഷം സമൂഹത്തിൽ ഒരു ഞെട്ടിക്കുന്ന മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നും യുവാക്കൾ പെട്ടെന്ന് വീണു മരിക്കുന്നതായും ശ്വാസകോശ രോഗങ്ങൾ കൂടുന്നുവെന്നും സർക്കാർ അടിയന്തരമായി ഇക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കണമെന്നും സതീശൻ നിയമസഭയിൽ പറയുന്നത് കേട്ടു. അതോടെ വീണ ജോർജ് ചാടി എഴുന്നേറ്റ് പുച്ഛത്തോടെ പറഞ്ഞു, ആ കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല സാർ. ഞാൻ അന്നു മുതലാണ് കൂടുതലായി സതീശനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. നോക്കൂ,
എൻ്റെയും നിങ്ങളുടെയും പരിസരത്ത് അങ്ങനെ എത്രയെത്ര മരണങ്ങൾ നടന്നു. നമ്മുടെ പ്രിയപ്പെട്ട എത്രയോ മനുഷ്യർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീഴുന്നതും പെട്ടെന്ന് വീണു മരിക്കുന്നതും നമ്മൾ കണ്ടു. ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാർ എത്ര പെട്ടെന്നാണ് നമ്മളെ വിട്ടുപോയത്. അത്രയും ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നം നിയമസഭയിൽ സബ്മിഷനായി അവതരിപ്പിക്കുമ്പോൾ ഒരാരോഗ്യമന്ത്രി അതിനെ പുച്ഛിച്ചു തള്ളുകയാണ്. സമൂഹം സതീശന്റെ വാക്കുകൾക്ക് വില കൊടുത്തോ എന്തോ. പിന്നീട് നടന്ന ആശാസമരം ശ്രദ്ധിക്കുക. UDF അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ ദിവസവേതനം 700 രൂപയാക്കുമെന്ന് സതീശൻ വാക്ക് കൊടുത്തു. പ്രകടന പത്രികയിൽ അത് എഴുതി ചേർക്കുകയും ചെയ്തു. പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് തന്നെ നാളെ സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കാൻ ആരോഗ്യ സെമിനാർ നടത്തി. അയാൾക്ക് ലോക വിവരമുണ്ട്. നാളത്തെ കേരളം എങ്ങനെ വേണമെന്ന കാഴ്ചപ്പാടുണ്ട്. മതേതരത്വ മൂല്യങ്ങളിൽ അയാൾ വെള്ളം ചേർക്കുന്നില്ല. സമുദായ നേതാക്കൾ തെറി വിളിച്ചും ശോഭിച്ചും സംസാരിച്ചിട്ടും ഒന്നും അയാൾ പ്രകോപിതനായിട്ടില്ല. എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. പ്രതിസന്ധികൾ പലതുണ്ടായിട്ടും ഒറ്റ നേതാവിനെയോ പാർട്ടിയെയോ വിമർശിച്ചിട്ടേയില്ല. സുന്ദരമായ വാക്കുകൾ കൊണ്ട് അയാൾ മനുഷ്യന്റെ ചിന്തകളെ ഉണർത്തുന്നു. പുസ്തകങ്ങൾ വായിക്കുന്നു. അയാൾ സംവാദത്തിന് വിളിച്ചാൽ ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രി പോലും ഓടി ഒളിക്കും. ഞാൻ ഫേസ്ബുക്കിലുണ്ട്, അങ്ങോട്ട് വരൂ എന്ന് ക്ഷണിക്കും. കയറുപിരി ശാസ്ത്രജ്ഞൻ ഒരിക്കൽ വെള്ളം കുടിച്ചതാണ്. 1 മണിക്കൂർ പ്രസംഗിക്കാൻ അയാൾ 24 മണിക്കൂറിനുള്ള വിഭവങ്ങൾ ശേഖരിക്കും. എല്ലാ അധികാരവും ക്ഷണപ്രഭാ ചഞ്ചലമാണെന്ന് വിശ്വസിക്കുന്ന നേതാവ് കൂടിയാണ് സതീശൻ. വിശ്വപൗരനായ തരൂരിനെയും VD സതീശനെയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. വിശ്വപൗരൻ വിണ്ണിലെ നക്ഷത്രങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. അയാൾക്ക് വലിയ പ്രതാപികളോടാണ് അടുപ്പം. സാധാരണ മനുഷ്യരുമായി ഇണങ്ങുന്നതേയില്ല. എന്നാൽ സതീശൻ അതല്ല. മണ്ണിലെ മനുഷ്യരെയും വിണ്ണിലെ താരങ്ങളെയും കാണും. സാധാരണക്കാരൻ്റെ ജീവിതത്തെപ്പറ്റി സ്വപ്നം കാണും. വേദന അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും സാന്ത്വനമായി അയാൾ ഓടിയെത്തും. ഇന്ന് യുവാക്കൾ കാണുന്ന സ്വപ്നം എത്രയോ മുൻപേ അയാൾ കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ കൊണ്ടാണ് സതീശനായി മുറവിളി ഉയരുന്നത്. ഇതൊന്നും കാശ് മുടക്കി സൈബർ ടീമിനെ അണിനിരത്തി തനിക്ക് വേണ്ടി പറയിപ്പിക്കുന്നതല്ല. നാളെ പിണറായി വിജയന്റെ പാതയിൽ സതീശനും ജനശത്രുവായി മാറിയാൽ കടക്കൂ പുറത്ത് എന്ന് അല്പം കൂടി ഉച്ചത്തിൽ പറയാനുള്ള ശക്തി പ്രതിപക്ഷ സ്വഭാവമുള്ള നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അതെ, നന്മതൻ മറുപുറം കാണും നമ്മളെപ്പോഴും ഒരു സൗവർണ പ്രതിപക്ഷം. നേതാവ് വെച്ചു വിളമ്പുന്ന അധികാരത്തിൻ്റെ അടിമക്കഞ്ഞ് കുടിക്കാൻ തയ്യാറല്ലെന്ന് സാരം.